ഹരേ കൃഷ്ണ. ഭഗവാന്റെ മത്സ്യാവതാര കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. പണ്ട് സത്യവ്രതൻ എന്ന ഒരു വിഷ്ണു ഭക്തനായ രാജാവ് ഘൃതമാലിനി എന്ന പുണ്യവാഹിനിയിൽ സ്നാനം ചെയ്ത് തർപ്പണം നടത്തുന്ന സമയം അദ്ദേഹത്തിന്റെ കരസമ്പുടത്തിൽ നദിയിൽ നിന്നും കോരിയെടുത്ത വെള്ളത്തിന്റെ കൂടെ ഒരു ചെറിയ മത്സ്യക്കുഞ്ഞാകപ്പെട്ടു. വളരെ കൗതുകവും ഐശ്വര്യവും തോന്നിച്ചിരുന്ന ആ മീൻകുഞ്ഞിനെ അദ്ദേഹം ഒരു കുടത്തിലാക്കി അരമനയിൽ കൊണ്ടുവന്ന് കാര്യമായി സൂക്ഷിച്ചു വളർത്തി. വൈവസ്വത മനുവായ സത്യവ്രതനായിരുന്നു അദ്ദേഹം, സൂര്യവംശത്തിന്റെ ആദി പിതാവ്. കലശത്തിൽ കിടന്ന് ആ മത്സ്യപോതം പെട്ടെന്ന് വളർന്ന് അതിൽ കൊള്ളാതെയായി. ഉടനെ രാജേന്ദ്രൻ അതിനെ എടുത്ത് കൊട്ടാരമുറ്റത്തുള്ള ഒരു കിണറ്റിൽ നിക്ഷേപിച്ചു. അതിവേഗത്തിൽ അവിടെയും കിടന്നു വളർന്ന് അല്പദിവസം കൊണ്ട് ആ കൂപത്തിലും അത് കൊള്ളാതെയായി. അസാധാരണ വൈശിഷ്ട്യമുള്ള ഒരു മത്സ്യമാണെന്ന് ധരിച്ച് സത്യവ്രതൻ ക്ഷണത്തിൽ അതിനെ കൂപത്തിൽ നിന്നും എടുത്ത് ഒരു വലിയ പൊയ്കയിൽ കൊണ്ടുചെന്നിട്ടു. ഏറെ താമസിയാതെ അത് വളർന്ന് ആ പൊയ്കയിലും അതിന് സ്ഥലം പോരാതെയായി. ഉടനെ സത്യവ്രതൻ അതിനെ വാപിയിൽ നിന്നും എടുത്ത് അടുത്തുള്ള ഒരു വലിയ പുഴയിൽ കൊണ്ടുചെന്നിട്ട് ദിവസവും അതിന്റെ വളർച്ചയെ പരിശോധിച്ചുകൊണ്ടിരുന്നു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ആ നദിയിലും അത് കൊള്ളാതെയായി. ഇനി എന്താണ് വേണ്ടത്? സത്യവ്രതൻ ആലോചിച്ചു. ലക്ഷണമൊത്ത ഒരു മത്സ്യമാണത്. അത് എവിടെയെങ്കിലും കിടന്ന് സുഖമായി വളരണം എന്നു ചിന്തിച്ച് അദ്ദേഹം വിനാ വിളംബം അതിനെ ആറ്റിൽ നിന്നും എടുത്ത് ആഴിയിൽ കൊണ്ടുചെന്ന് നിക്ഷേപിച്ചു. 6-ാം മന്വന്തരത്തിന്റെ അവസാന ഘട്ടമായിരുന്നു അത്. സൃഷ്ടി കഴിഞ്ഞ് വിധാതാവ് നിദ്രയിൽ മയങ്ങിക്കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചതുർമുഖങ്ങളിൽ നിന്നും ലോകോപകാരാർത്ഥമുണ്ടായ വേദങ്ങൾ 4 അപഹരിച്ചുകൊണ്ട് ഹയഗ്രീവൻ എന്ന ഒരു അസുരപ്രവരൻ അമ്പുതി മധ്യത്തിൽ ചാടി ഒളിച്ചു കളഞ്ഞു. വേദങ്ങൾ അപഹരിക്കപ്പെട്ടിരിക്കുന്ന വിവരം വേദാവ് വേദവേദ്യനായ വിഷ്ണു ഭഗവാന്റെ സന്നിധിയിൽ ചെന്ന് സങ്കടത്തോടെ അറിയിച്ചു. നിവൃത്തിയുണ്ടാക്കാം എന്ന് അരുളി ചെയ്ത് അരവിന്ദനേത്രൻ അരവിന്ദോത്ഭവനെ സമാധാനപ്പെടുത്തി അയച്ചു. സത്യവ്രതൻ മത്സ്യത്തെ എടുത്ത് സാഗര സലിലത്തിൽ ഇട്ടപ്പോൾ ആ ജഷം നരേന്ദ്രനോടായി ചോദിച്ചു, അങ്ങ് എന്നെ സ്നേഹവാത്സല്യത്തോടെ ഇത്ര നാളും വളർത്തി, ഒടുവിൽ ഭയങ്കര ജലജന്തുക്കൾ നിറഞ്ഞ ഈ അർണവത്തിൽ തള്ളുകയാണോ? എനിക്കിനി ആരാണൊരാശ്രയം? അങ്ങ് എന്നെയും കാത്തുകൊണ്ട് ഈ സമുദ്രതീരത്ത് നിൽക്കുമോ? ദൈവമേ, ഈ മത്സ്യത്തിന് യാതൊരാപത്തും സംഭവിക്കാതിരിക്കാൻ നീ കനിഞ്ഞനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പാർത്ഥിവേന്ദ്രൻ പാരാവാരത്തിന്റെ തീരത്ത് നിൽക്കുമ്പോൾ അന്ധകരണത്തിലുദിച്ച ആത്മപ്രചോദനത്തിന്റെ ഫലമായി അദ്ദേഹം ആഴിയിലേക്ക് ഒന്ന് വീക്ഷിച്ചു. ആ മത്സ്യത്തിൽ സർവ്വവിഷ്ണു ചിഹ്നങ്ങളും പ്രകാശിക്കുന്നതായും അപ്രമേയമായ ഒരു പ്രഭ അതിനു ചുറ്റും വിരാജിക്കുന്നതും അദ്ദേഹം കണ്ടു. സാക്ഷാൽ വൈകുണ്ഠമൂർത്തി മത്സ്യാവതാരം അവലംബിച്ചിരിക്കുന്നു എന്നുള്ള ബോധത്തോടെ സത്യവ്രതൻ കൈകൂപ്പി നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, ഭഗവാനെ, ആദ്യന്തവിഹീനനായ നിന്തിരുവടി ഒരു കൊച്ചു മത്സ്യമായി അടിയന്റെ കൈക്കുമ്പിളിൽ പതിക്കാനിടയായത് അടിയന്റെ ഭാഗ്യാതിരേകം കൊണ്ട് മാത്രമാണ്. ജഗത്തു മുഴുവൻ നിറഞ്ഞിരിക്കുന്ന നിന്തിരുവടി എന്തിന് ഇത്ര ചെറുതായ ഒരു മത്സ്യമായി അവതരിച്ചു? നിന്തിരുവടി സാക്ഷാൽ ശ്രീഹരിയാണ്, മഹാവിഷ്ണുവാണ്, കാലസ്വരൂപനാണ്, സച്ചിദാനന്ദമൂർത്തിയാണ്, ചിന്മയനാണ്. അടിയനെ അനുഗ്രഹിക്കണമേ. സത്യവ്രതന്റെ ഈ പ്രാർത്ഥന കേട്ട് ശംഖുചക്ര ഗദാപത്മങ്ങളണിഞ്ഞ് രത്നകിരീടത്തോടും ശ്രീവത്സാങ്കിത വക്ഷസ്സോടും കൂടിയ വിഷ്ണുരൂപം ആ മത്സ്യത്തിൽ പൂർണ്ണമായി വിളങ്ങി അവന് ദർശനം നൽകി. ഭഗവാൻ അരുളി ചെയ്തു, ഭക്തോത്തമ, പ്രപഞ്ചത്തിൽ സൃഷ്ടിയുടെ ക്രമോന്നതമായ വളർച്ചയെ കാണിക്കുവാൻ വേണ്ടി ഞാൻ സ്വീകരിച്ച ഒരു ചെറിയ രൂപമാണ് ഈ മത്സ്യരൂപം. സൃഷ്ടി ക്രമോന്നതമായി പുരോഗമിക്കുന്നു എന്ന് കാണിക്കാൻ ജലത്തിൽ തന്നെ ബലമേറിയ അസ്ഥികളോടുകൂടിയ ആമയായും, പിന്നെ കരയിൽ അധോമുഖനായ മൃഗമായും, പിന്നെ മൃഗത്തിനും മനുഷ്യനും ഇടയ്ക്കുള്ള നരസിംഹമായും, അനന്തരം മനുഷ്യനിൽ തന്നെ കുറിയ മനുഷ്യനായും, പിന്നെ പൂർണ്ണ മനുഷ്യനായിട്ടും, അങ്ങനെ സൃഷ്ടിയുടെ പുരോഗതി കാണിക്കാൻ ഞാൻ ഏറ്റവും ചെറിയ ഒരു മത്സ്യമായി അവതരിച്ചെന്നു മാത്രം. എന്റെ അവതാരത്തിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. വേദാവിന്റെ വദനത്തിൽ നിന്നും വേദങ്ങളും അപഹരിച്ചുകൊണ്ട് ഹയഗ്രീവൻ എന്ന ഒരു ഘോരാസുരൻ ഈ സമുദ്രാന്തർഭാഗത്ത് എവിടെയോ ഒളിച്ചു കിടപ്പുണ്ട്. വേദം എന്റെ ശബ്ദമാണ്, പ്രപഞ്ചത്തിന് പ്രകാശം നൽകുന്ന ദിവ്യ ദീപമാണ്. വേദങ്ങളെ വീണ്ടെടുക്കേണ്ടത് വേദസ്വരൂപനായ എന്റെ കടമയാണ്. ആയതിനാൽ വെള്ളത്തിൽ പതുങ്ങിക്കിടക്കുന്ന ആ ദുഷ്ടനെ വധിക്കാൻ ഒരു ജലജന്തുവായ മത്സ്യത്തിന്റെ രൂപം ഞാൻ സ്വീകരിച്ചു. 7 ദിവസം കഴിയുമ്പോൾ ഒരു പ്രളയമുണ്ടാകും. അത് പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്യും. ആ പ്രളയത്തിൽ നിന്നും ഭൂമിയെ രക്ഷിക്കുവാനും ഈ മത്സ്യാകൃതി എനിക്ക് ആവശ്യമാണ്.
സത്യവ്രതൻ തൊഴുത് ഉണർത്തിച്ചു. അടിയന് ആ പ്രളയമൊന്ന് കാണുവാൻ ആഗ്രഹമുണ്ട്. അതിന് അടിയനെ അനുഗ്രഹിക്കണം. അങ്ങേക്ക് ആഗ്രഹമുള്ള പക്ഷം ഇന്നേക്ക് 7-ാം ദിവസം സംഭവിക്കുന്ന പ്രളയം അങ്ങ് കണ്ടുകൊള്ളുക. പ്രളയ സമുദ്രത്തിൽ അങ്ങ് നീന്തി വലയുമ്പോൾ അങ്ങയുടെ മുമ്പിൽ ഒരു തോണി പ്രത്യക്ഷപ്പെടും. അതിൽ സപ്തർഷികളും ഉണ്ടായിരിക്കും. അങ്ങ് ആ തോണിയിൽ കയറി പ്രളയസാഗരം മുഴുവനും കണ്ട് ആനന്ദിച്ചു കൊള്ളുക. അങ്ങയ്ക്ക് വേണ്ട ദിവ്യോപദേശങ്ങളും ഞാൻ അപ്പോൾ നൽകുന്നതാണ്. ഇപ്രകാരം അരുളി ചെയ്ത് ഇന്ദിരാവല്ലഭൻ മേധുരമായ മകരമത്സ്യത്തിന്റെ ആകൃതിയിൽ സമുദ്രാന്തർഭാഗത്തേക്ക് താഴ്ന്നു. ഭഗവാൻ കൽപ്പിച്ച പ്രകാരം 7-ാം ദിവസം രൂക്ഷമായുണ്ടായ അതിവൃഷ്ടി മൂലം ഭൂതലം മുഴുവനും വെള്ളത്തിനടിയിലായി. അപ്പോൾ സപ്തർഷികളോടുകൂടി സത്യവ്രതൻ സമുദ്രത്തിൽ പതിച്ചു. നീന്തി വലഞ്ഞ് തിരമാലകളുടെ ഇടയിൽ കിടന്നൊഴുകുമ്പോൾ ഗോളാകൃതിയിലുള്ള ഒരു വലിയ തോണി അടുത്തു വരുന്നത് കണ്ട് സംശയമില്ലാതെ അദ്ദേഹം അതിൽ ചാടിക്കയറി. തുങ്കങ്ങളായ തിരമാലകളുടെ ഇടയിൽ കിടന്ന് ആ തോണി അങ്ങോട്ടും ഇങ്ങോട്ടും ഡോളായമാനമായി ഇളകാൻ തുടങ്ങിയപ്പോൾ 1,00,000 യോജന നീളമുള്ള അതിതേജസ്വിയായ മഹാമകര മത്സ്യത്തിന്റെ ആകൃതിയിൽ ഭഗവാൻ വെള്ളത്തിനടിയിൽ കൂടി അവിടെ പാഞ്ഞെടുത്തുവന്ന് ആ നൗകയെ ഉന്നതങ്ങളായ തന്റെ കൊമ്പുകളുടെ ഇടയിൽ ചേർത്ത് ഇളകാതെ നിർത്തി. അനന്തരം അദ്ദേഹം ആ തോണിയും വലിച്ചുകൊണ്ട് വിസ്താരമേറിയ പാരാവാരത്തിൽ കൂടി സഞ്ചരിച്ച് ബ്രഹ്മാണ്ഡ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളും അവർക്ക് കാണിച്ചു കൊടുത്തു. ആ സമയം സത്യവ്രതനു വേണ്ടി ആത്മീയോപദേശങ്ങളും ആഗമകാതലായ ഭഗവാൻ നൽകിക്കൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് അതിവർഷവും പ്രളയവും അവസാനിച്ചു. ആ തോണി ധരണിയായിരുന്നു. അതിലുള്ള ഒരു ചെറിയ എറുമ്പിനു പോലും നാശം സംഭവിക്കാത്ത വണ്ണം മത്സ്യാകൃതി ധരിച്ച വിശ്വംഭരൻ തന്റെ കൊമ്പുകളുടെ ഇടയിൽ താങ്ങി നിർത്തിക്കൊണ്ട് പരിരക്ഷിച്ച് പ്രളയാവസാനത്തിൽ അതിന്റെ സ്ഥാനത്തു തന്നെ ഉറപ്പിച്ചു. അനന്തരം അനന്തശായി അലയാഴിയിൽ മുങ്ങി ഹയഗ്രീവനെ കണ്ടുപിടിച്ച് തന്റെ കൂർത്ത കൊമ്പുകളാൽ അവനെ കുത്തിക്കീറിക്കൊന്ന് മറകൾ വീണ്ടെടുത്ത് മലർമകന് ദാനം ചെയ്ത് അദ്ദേഹത്തെ സന്തുഷ്ട ചിത്തനാക്കി. സത്യവ്രതന് വൈവസ്വത മനുവെന്നുള്ള സ്ഥാനം നൽകി അദ്ദേഹത്തെയും അനുഗ്രഹിച്ചു. അവതാരോദ്ദേശം നിർവഹിച്ചതിനു ശേഷം ആ വരിഷ്ഠ വൈസാരണമൂർത്തി വൈകുണ്ഠത്തിലെത്തി തന്റെ കാരണമായ ആദിനാരായണനിൽ വിലയം പ്രാപിച്ചു.